ലോക്സഭ ഇലക്ഷൻ കാലമായല്ലോ. അപ്പോൾ അടുത്ത ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ 2024 ഇലക്ഷൻ കഴിഞ്ഞാൽ രാജ്യം എങ്ങോട്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന തരുന്ന ചില ഡേറ്റ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ ഡേറ്റയൊന്നുമല്ല, ലളിതമാണ് മനസ്സിലാക്കാൻ. കാരണം ഈ ഡേറ്റ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. അവർ ചർച്ച ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അവർ ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങളിത് ഇവിടെ പറയുന്നത്. അതായത് സ്ട്രൈക്ക് റേറ്റ് പ്രഹരശേഷി എന്ന് വേണം മലയാളത്തിൽ പറയാം. ഈ സാധാരണ സ്ട്രൈക്ക് റേറ്റ് പ്രഹരശേഷിയൊക്കെ പറയുക ക്രിക്കറ്റിലും ടെന്നീസിലും സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ബാങ്കിലാണെങ്കിൽ ക്രെഡിറ്റ് സ്കോർ പറയും, ഒരാളുടെ നിക്ഷേപകന്റെ ക്രെഡിറ്റ് സ്കോർ വരും എന്ന് പറഞ്ഞ പോലെ സ്പോർട്സിന് സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്, പ്രഹരശേഷി. രാഷ്ട്രീയത്തിലും ഈ പ്രഹരശേഷിയുണ്ട് കേട്ടോ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു 3 ഇലക്ഷന്റെ കണക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടും. 2009, 2014, 2019. 2009 UPA 2 അധികാരത്തിൽ വരുന്നു. 2014 UPA ഔട്ട്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി NDA അധികാരത്തിൽ വരുന്നു. 2019 കൂടുതൽ ഭൂരിപക്ഷത്തോട് BJP മാത്രം കേവല ഭൂരിപക്ഷം നേടിയിട്ട് വൻ ഭൂരിപക്ഷത്തിന് NDA വീണ്ടും അധികാരത്തിൽ വരുന്നു. ഈ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഖ്യ പാർട്ടികൾ ആരൊക്കെയാണ്? ഒരു വശത്ത് BJP, മറുവശത്ത് കോൺഗ്രസ്. UPA നയിക്കുന്ന കോൺഗ്രസ്, NDA നയിക്കുന്ന BJP. ഇപ്പൊ കോൺഗ്രസ് UPA മാറിയിട്ട് അത് ഇന്ത്യ സഖ്യമായിട്ട് വേറൊരു പേര് സ്വീകരിച്ച് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 2 മുന്നണികളിലെ 2 പ്രധാന പാർട്ടികൾ BJPയും കോൺഗ്രസും നേർക്ക് നേർ ഇന്ത്യ മഹാരാജ്യത്ത് നേർക്ക് നേർ എത്ര സീറ്റിൽ മത്സരിച്ചു, അതിൽ എത്ര സീറ്റിൽ അവർ ഒന്നാമത് അല്ലെ റണ്ണറപ്പ് രണ്ടാമത്, ആ 1ഉം 2ഉം വന്ന ആ സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ് ഞങ്ങളിവിടെ പറയാൻ പറ്റുന്നത്. വേറെ വലിയ നൂലാമാല കണക്കൊന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നും പറയുന്നില്ല. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. അത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്കറിയാം അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത്. ആ കണക്കിലേക്കാണ് വരാം. ഇപ്പൊ 2009 കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടിയത് 173 സീറ്റുകളിലാണ് 1ഉം 2ഉം സ്ഥാനത്ത് വന്നത്. അന്ന് കോൺഗ്രസ് അതിൽ 93 സീറ്റിൽ ജയിച്ചു. കോൺഗ്രസ് 93 സീറ്റിൽ ജയിച്ചു. BJP 80 സീറ്റിൽ ജയിച്ചു. അപ്പൊ സ്ട്രൈക്ക് റേറ്റ് കോൺഗ്രസിന് അനുകൂലമാണ്. അത് 54%. സ്ട്രൈക്ക് റേറ്റ് 54%, മോർ ദാൻ 50. അപ്പൊ കോൺഗ്രസിന് അപ്പർ കാറ്റായിരുന്നു. ഇനി രണ്ടാം ഇലക്ഷൻ വരിക 2014 എന്ത് സംഭവിച്ചു? സ്ട്രൈക്ക് റേറ്റിൽ പ്രഹരശേഷിയിൽ അന്ന് 189 ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസും BJPയും നേർക്കുനേർ വന്നു 1ഉം 2ഉം സ്ഥാനങ്ങളിലെത്തി. ജയിച്ചതും റണ്ണറും. അതിൽ BJP 80 സീറ്റിൽ ജയിച്ചപ്പോൾ കോൺഗ്രസ് വെറും 23 സീറ്റിലേക്ക് ഒതുങ്ങി. 2009 നേരെ വിപരീത ഫലമാണ് 2014 വരുന്നത്. സ്ട്രൈക്ക് റേറ്റ് പ്രഹരശേഷി എത്ര പോയി? 54 കൂപ്പുകുത്തി 12% മാത്രം. ശ്രദ്ധിക്കണം ഈ കണക്കുകൾ. ഓക്കെ, 2 പറഞ്ഞു. ഇനി 3 കഴിഞ്ഞ ഇലക്ഷൻ 2019. അത് അതിനേക്കാൾ ദയനീയമാണ്. നമ്മൾ ഞെട്ടിപ്പോകും. 2019 BJPയും കോൺഗ്രസും നേർക്കുനേർ മുഖാമുഖം വന്ന് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ എത്തിയത് 175 സീറ്റുകളിലാണ്. 175. അതിൽ BJP നേടിയത് 166. ഞെട്ടിപ്പിക്കുന്ന വിധിയാണ്. 166. കോൺഗ്രസിന് 15. സ്ട്രൈക്ക് റേറ്റ് 8%. വെറും 8%. ഇനി ഈ ഇത്രയും സീറ്റുകൾ ഹിന്ദി ഹൃദയഭൂമിയിലാണ് പ്രധാനമായിട്ട് നമ്മൾ അവിടെയാണ് ആലോചിക്കേണ്ടത്. അതായത് കോൺഗ്രസും BJPയും നേർക്കുനേർ വരുന്ന മത്സരങ്ങൾ. ഹിന്ദി കേരളാൻഡ്, തെക്കേ ഇന്ത്യയിൽ കർണാടകയിൽ മാത്രമേ അങ്ങനെ മത്സരങ്ങൾ വരാറുള്ളൂ. കേരളത്തിൽ BJPയും കോൺഗ്രസും നേരിട്ട് 1 and 2 വരുന്ന മത്സരം എത്ര സ്ഥലത്തുണ്ട്?
ആന്ധ്രയിൽ എവിടെയുണ്ട്, തെലങ്കാനയിൽ എവിടെയുണ്ട്, തമിഴ്നാട്ടിൽ എവിടെയുണ്ട്. കർണാടകയിൽ മുഖ്യ പാർട്ടികൾ BJPയും കോൺഗ്രസ് ആയതുകൊണ്ട് അവർ കുറെ മണ്ഡലങ്ങളിൽ ഫേസ് ടു ഫേസ് വരുന്നു. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ കർണാടക ഒഴിച്ചാൽ മറ്റെങ്ങും ഈ ഫേസ് ടു ഫേസ് ഇല്ല. അപ്പൊ ഇത് ഹിന്ദി ഹാർട്ട്ലാൻഡിലെ പ്രധാന ഹൃദയഭൂമിയിലെ മത്സരത്തിന്റെ കണക്കാണ് ഈ പ്രഹരശേഷി ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഈ 3 തവണത്തേത് മനസ്സിലായത്. ഇനി 4ാം തവണ 2024 ഇനി വരാൻ പോകുന്ന ഇപ്പോഴത്തെ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് എവിടെ എത്തും? ഇപ്പോഴുള്ള 8% നിന്ന്, അതായത് 54 നിന്ന് 12 ഇടിഞ്ഞു കുത്തനെ വീണു. പിന്നെ അത് 12 വെറും 8 കുറഞ്ഞു. ഈ രീതി നോക്കിയാൽ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ, ഇന്ത്യ സഖ്യത്തിലുള്ള ലീഡ് ചെയ്യുന്ന കോൺഗ്രസിന്റെ അവസ്ഥ നോക്കിയാൽ 2019 അനുകൂല സാഹചര്യം പോലും ഇല്ലെന്ന് ആർക്കും മനസ്സിലാവും. ഈ കാര്യങ്ങളൊക്കെ കാണുന്ന ആർക്കും മനസ്സിലാവും. അപ്പോ സ്ട്രൈക്ക് റേറ്റ് 8 നിന്ന് താഴേക്ക് പോയാൽ ഇപ്പോൾ 15 സീറ്റ് പോലും ഈ പറയുന്ന ഈ മേഖലയിൽ നിന്ന് കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് 8 നിന്ന് വീണ്ടും അതിന്റെ പകുതിക്ക് താഴെ 4 താഴേക്ക് പോകാം സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് യാഥാർത്ഥ്യ ബോധം വേണം. എന്താണ് വേണ്ടത്? ഈ ഒരു പാർട്ടിയാണോ ഇപ്പൊ ഇനി ഉടനെ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വരാൻ പോകുന്നത്? ഈ കോൺഗ്രസ് നയിക്കുന്ന പ്രസ്ഥാനമാണോ അധികാരത്തിൽ വരാൻ പോകുന്നത്? എങ്ങനെ വരാൻ പറ്റും? ഇതാണ് യാഥാർത്ഥ്യം. പ്രഹരശേഷിയില്ലാത്ത ഒരു പാർട്ടി നയിക്കുന്ന ഒരു മുന്നണിക്ക് ഏറ്റവും അധികം പ്രഹരശേഷിയോട് നിൽക്കുന്ന BJP നയിക്കുന്ന മുന്നണിയെ നേരിടാൻ കഴിയില്ല എന്നതാണ് ഇപ്പൊ വരെയുള്ള പൊളിറ്റിക്കൽ റിയാലിറ്റി. ഡേറ്റ വച്ചിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഇതിനൊരു മാറ്റം വരികയാണെങ്കിൽ ഞങ്ങൾ അത് അങ്ങനെ തന്നെ പറയാനും തയ്യാറാണ്. വരും ദിവസങ്ങളിൽ മാറ്റം വരുന്നത് നമുക്ക് നോക്കാം. ഇത് ഡേറ്റയാണ്, കണക്കുകളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടുത്തൊരു ഗവൺമെന്റ് വരുമെന്ന് പിന്നെ ദിവാസ്വപ്നം കാണുന്നവരോടാണ് ഞങ്ങൾ പറയുന്നത്. നിലവിൽ അതിന് സാധ്യതയേയില്ല.